എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ഇപ്പോഴതല്ല, കുറേ നാൾ മുമ്പ് റിക്വസ്റ്റ് ചെയ്തിരുന്ന റെസിപ്പി ആയിരുന്നു. അതായത് നമ്മൾ ഉരുളക്കിഴങ്ങ് പൊട്ടളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കുന്ന വേണ്ട. ഇതൊരു മധുരൈ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ആണ്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റോസ്റ്റ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഈ ചെറിയ കടകളിൽ, ഈ എന്താ പറയുക, നമ്മുടെ തട്ടുകടകളിലൊക്കെ പോലെ കടകളിൽ ഇതേപോലെ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കി നല്ല റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇലയിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ പൊതിയായിട്ടാണ് കൊടുക്കാറുള്ളത്. അത് നമുക്ക് തൈര് സാധനത്തിന്റെ കൂടെ കഴിക്കാം, അതെല്ലാം വെച്ചിങ്ങനെ സാൻഡ്വിച്ച് ആക്കി കഴിക്കാം, അതുമല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടൊമാറ്റോ ചട്നി ഇല്ലേ, അത് 2 വെർഷനിൽ എന്റെ വെർഷൻ ഒരുപാട് പേര് തയ്യാറാക്കി ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. പിന്നെയും വീഡിയോ കാണാത്തവർ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നി കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള പൊട്ടലം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മധുരൈ സ്പെഷ്യൽ ആയിട്ടുള്ള പൊട്ടളം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടളം തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ഞാനിതൊരു തമിഴ്നാട് റെസിപ്പി ആയതുകൊണ്ട് ഇതിലോട്ട് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതേസമയം നിങ്ങൾക്ക് നല്ലെണ്ണ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വെച്ചിട്ടും തയ്യാറാക്കാം. അപ്പം ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നോർമലി എല്ലാവരും ഇതിലോട്ട് മൊത്തത്തിലുള്ള പെരുംജീരകം ചേർക്കാറുണ്ട് ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ അത് മൊത്തത്തിലുള്ള പെരുംജീരകം കടിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലോട്ട് പെരുംജീരകത്തിന്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു ചെറിയ സവാള, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഇതെല്ലാം കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 പൊട്ടറ്റോ നന്നായി വാഷ് ചെയ്തതിന് ശേഷം സ്റ്റീം ചെയ്തിട്ട് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി ഉടച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ കുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ അതും ഞാൻ കാണിച്ചില്ല എന്ന് മാത്രം. ഇതാണ് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കേട്ടോ. നമുക്ക് മാറ്റി വെക്കാം. ഇത് തലേദിവസം റെഡിയാക്കി വെച്ചാലും മതി കേട്ടോ. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം തന്നെ. ഇത് വളരെ ഒരു നൊസ്റ്റാൾജി ഉള്ള റെസിപ്പിയാണ്. തമിഴ്നാട്ടിൽ പഠിച്ച, പ്രത്യേകിച്ച് മധുര ഏരിയയിലൊക്കെ പഠിച്ച ഒരു കഴിക്കാൻ ചാൻസ് ഉള്ളൊരു സംഭവം കൂടിയാണിത്. അപ്പം ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന സമയം വരെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, പല തട്ടുകടകളിലും അവരൊരു ഉണങ്ങിയ വലിയൊരു വട്ടത്തിലുള്ള ഇലയിലാണ് ഇഡ്ഡലിയും ദോശയും ഒക്കെ സെർവ് ചെയ്യുക. അതുപോലത്തെ ഒരു ഇലയിലാണ് പൊട്ടറ്റോ റോസ്റ്റ് പൊതിഞ്ഞ് ഇങ്ങനെ തരും നമുക്ക് മധുരയിലൊക്കെ. എൻ്റെ അടുത്ത് ഇപ്പം അങ്ങനത്തെ ഇല ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാഴയിലയിലാണ് അത് പൊതിയാൻ പോകുന്നത്. ഇപ്പം പൊതിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇലയുടെയും കൂടെ ഒരു വാസന വരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ ഇലയില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇന്നലേക്ക് ഉണ്ടാക്കിയപ്പോൾ നോർമലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ ചേർന്നതിന് ശേഷം, ഈ മസാലയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കണേ. വരണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോണ പോലത്തെ രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് അതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾ തിരക്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. വെറുതെ ഉരുളക്കിഴങ്ങിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പണ്ടൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, പൊട്ടറ്റോ ക്യാപ്സിക്കം മസാല എന്ന് പറഞ്ഞിട്ട്. ഏകദേശം സെയിം റെസിപ്പി തന്നെയാണ്, കുറച്ച് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിലും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നന്നായി വരട്ടിയെടുക്കണം. അതാണ് അതിന്റെ രുചി. അത് ഭയങ്കര ഹിറ്റായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ ക്യാപ്സിക്കം റോസ്റ്റ്. അപ്പോൾ നമ്മൾ സവാള ഏകദേശം നല്ല സോട്ടായിട്ടുണ്ട്. മറ്റേതിൽ പറയണ പോലെ ഇങ്ങനെ ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ആ ബ്രൗൺ കളർ ആവാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജില്ല. ആ സമയത്ത് നമുക്ക് തീ കുറയ്ക്കണം. ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 തരത്തിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കേട്ടോ. ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കാശ്മീരി മുളക് പൊടി ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇടാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അതിന് പകരമായിട്ട് 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി മൊത്തത്തില്. അപ്പോൾ ഇത്രയും പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരുംജീരകത്തിന്റെ പൊടിയാണ്. ഞാൻ പെരുംജീരകം മൊത്തത്തിലുള്ളത് ആദ്യം ചേർക്കാത്തത് കൊണ്ട് ഈ സമയത്താണ് പെരുംജീരകം ചേർക്കാൻ പോകുന്നത്. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അല്പം കായം, ഒരു നുള്ളു മാത്രം, ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പച്ചമണം മാറിയതിനു ശേഷം ഇതിലോട്ട് നമുക്കൊരു പ്രധാന ഇൻഗ്രീഡിയന്റ് ചേർക്കണം. അതാണ് നമ്മുടെ കടലമാവ്. കടലമാവാണ് ഇതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഈ മസാലയിൽ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതങ്ങ് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഈ കടലമാവിന് ഒരു പച്ചമണം ഉണ്ടാവും. അതിന്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തണേ.
അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടിയുടെ ആ പച്ചമണം മാറണം. അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന കടലപ്പൊടിയുടെയും കടലമാവിൻ്റെയും പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ സംഭവം കുശാലാണ്. ഞാൻ ഇതിലോട്ട് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാൻ പോയാണ്. 1/4 കപ്പോളം ചൂടുവെള്ളം നമുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ കട്ട പോലെ വരും, കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ എല്ലാ ഭാഗത്തേക്കും ഈ മസാല വരുന്ന വരെ അത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഞാൻ കയ്യിൽ മാറ്റിട്ടോ, മറ്റേ കയ്യിലുണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ വരുള്ളൂ. അല്ലെങ്കിൽ ചില ഇങ്ങനെ വൈറ്റ് കളറായിട്ടിരിക്കും, മസാല എത്തില്ല. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയാണ്. കുറച്ച് കറിവേപ്പില നമുക്ക് ആദ്യം വേണമെങ്കിൽ കേട്ടോ, ഞാൻ കറിവേപ്പില ആദ്യം മറന്നുപോയതാണ് കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വരട്ടി എടുക്കണേ. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്ത് നോക്കൂ. ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണത്. വെറുതെ കഴിക്കും. ഇത് തൈര് സാധനത്തിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണേ. ഞാനിത് വെറുതെ ഇരുന്ന് കഴിക്കുന്ന ഒരു സാധനം. ഉപ്പ് നോക്കട്ടെ, ഇതിൻ്റെ ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഈ പൊട്ടറ്റോൻ്റെ വെയിറ്റ് ഞാൻ നോക്കിയപ്പോൾ 700 ഗ്രാം ആയിരുന്നു കേട്ടോ ഞാൻ എടുത്ത പൊട്ടറ്റോൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഈ നമ്മളെ സാധാരണ പൊട്ടറ്റോൻ്റെ ആ ഒരു ചെറിയൊരു റോ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇനി ഇതിൽ കിടന്ന് വരട്ടി എടുക്കുന്ന സമയത്താണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള രുചി വരിക. എളുപ്പമാണല്ലോ സംഭവം. ഇപ്പൊക്കെ പിന്നെ ഇപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് പിന്നെ നോൺ സ്റ്റിക്ക് പാത്രം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. ഇതൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പൈസി പൊട്ടറ്റോ ഹലുവ ഇല്ലേ, അതുപോലെയാന്ന് പറയാം. കാരണം നമ്മൾ ഹലുവ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക, ഇതിങ്ങനെ വരട്ടി എടുക്കൂലേ. അതായത് നമ്മളിതിൽ ഉരുളക്കിഴങ്ങിലുള്ള എല്ലാ വെള്ളത്തിന്റെ അംശവും വറ്റണം, എന്നാലും അതിന്റെ കറക്റ്റായ രുചി വരുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വഴറ്റാൻ പറയുന്നത്. അപ്പോൾ വഴറ്റി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റും, വഴറ്റാതെ ഈസി പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, കണ്ടില്ലേ. ഈ ഒരു കളർ ഇങ്ങനെ ബാക്ക് സൈഡിൽ വന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അത്രയും വഴറ്റണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കരിഞ്ഞതൊന്നും അല്ലാട്ടത്. ഇങ്ങനെ നമ്മളിങ്ങനെ വഴറ്റി കായൊക്കെ മെഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ചീനച്ചട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ഭാഗമില്ലേ, ആ ഒരു പരുവാവുന്ന വരെ വഴറ്റണം. അപ്പോഴാണ് മധുരൈ സ്പെഷ്യൽ പൊട്ടളത്തിൻ്റെ റിയൽ ടേസ്റ്റ് വരിക. 1 ടീസ്പൂൺ ഉപ്പ് എന്ന് പറഞ്ഞത് എനിക്ക് കറക്റ്റായി വന്നിട്ടുണ്ട്. എല്ലാം കറക്റ്റാണ്. ഞാൻ രുചി നോക്കിയപ്പോൾ എന്താ പറയുക, ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പം നിങ്ങൾ എന്തായാലും തേറണ്ട, ഇതുപോലെ അങ്ങ് വരും. ഓക്കെ, ഒരു മാസമായിട്ട് ഇങ്ങനെ ഒട്ടും തന്നെ ഇതിൽ വെള്ളം അവശേഷിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള പരുവെന്ന് പറയുന്നത്. നമുക്കിനി ഓഫ് ചെയ്യാം. അപ്പം ഞാനിതൊരു വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മധുരയിൽ കിട്ടുന്ന ആ ഇല എൻ്റെ അടുത്ത് ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ വാഴയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിതൊന്ന് ഇലയൊന്ന് വാട്ടട്ടെ, അതിന് ശേഷം ഞാൻ ഒന്ന് പൊതിഞ്ഞ് വെക്കട്ടെ കേട്ടോ. പൊതിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുകയാണ്. നമ്മളിപ്പോൾ പൊതിച്ചോറ് കഴിക്കില്ലേ, അപ്പോൾ അതെന്താ, പൊതിച്ചോറൊക്കെ രാവിലെ പൊതിഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ തനതായ രുചി കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് ഈ പൊട്ടറ്റോ നമുക്ക് വാഴയില ഉള്ളവർ മാത്രം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. രാവിലെ ഉണ്ടാക്കി അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കിനും ടേസ്റ്റ് വന്നോളൂ. എന്നാലും ഇലയിൽ പൊതിയുമ്പോൾ വേറൊരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് മാത്രം. എന്നാലും ഇലയില്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട. എപ്പോഴെങ്കിലും നമുക്ക് ഇലയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ തയ്യാറാക്കാം. അപ്പം എൻ്റെ ഇല ഉള്ള കാരണം ഞാനിതൊന്ന് അതിലോട്ട് വെക്കട്ടെ. അപ്പം ഞാനിവിടെ ഒരു വാഴയുടെ ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ വെച്ചു കൊടുക്കാം. ഒരു പോർഷനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇരുന്നോട്ടെ. ഇത് വേണമെങ്കിൽ നിങ്ങളടുത്ത് പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പറിൽ പൊതിയാം. പക്ഷെ എൻ്റെ അടുത്ത് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇലയിൽ വെച്ച് തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇവിടെ ഒരു പ്ലേറ്റിൽ 2-3 ഇലയിലായിട്ട് ഞാനിങ്ങനെ പൊതിഞ്ഞ് ഒരു പ്ലേറ്റിൽ വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് തൈര് സാദത്തിൻ്റെ കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ തൈര് സാദം റെഡി ആയിട്ടുണ്ട്. തൈര് സാദത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പണ്ടേ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഏത് സമയത്ത് തന്നാലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ തൈര് സാദം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ പൊട്ടളം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വീഡിയോ എടുക്കണ കാരണം. നോർമലി നമ്മൾ കുറേ നേരം വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ 2 പൊതി ഇവിടെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് പിന്നെ തുറക്കാം. ആവശ്യമുള്ള സമയത്ത് തുറന്നാൽ മതി. ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. സൂപ്പർ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.